എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സ്ട്രിങ്ങർ എന്നാൽ എന്ത് എന്നുള്ളതാണ്. എന്തുകൊണ്ട് സ്ട്രിങ്ങേഴ്സിന് ഒരുപാട് കമ്പനികൾ അക്കോമഡേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതൊരു കോമ്പറ്റേറ്റീവ് വേൾഡാണ്. ഈ കോമ്പറ്റേറ്റീവ് വേൾഡിൽ ബേസിക്കലി പ്രോഫിറ്റിന് വേണ്ടി മാത്രമാണ് കമ്പനികൾ ശ്രമിക്കുന്നത്. അത്തരം പ്രോഫിറ്റിന് വേണ്ടി മാത്രം ശ്രമിക്കുന്ന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം 10 ആളെ ജോലിക്ക് വെക്കേണ്ട അടുത്ത് 8 പേരെ സ്ട്രിങ്ങേഴ്സായിട്ടും 2 പേരെ സ്ഥിരം ജോലിക്കാരായിട്ടും വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റിലൊരു വലിയ മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിങ്ങേഴ്സിന് ഒരു നിശ്ചിത മെയിൻറ്റെയിനിങ് ഫീ മാത്രം കൊടുത്താൽ മതി. അവരിതിൻ്റെ സ്റ്റാഫല്ല, പക്ഷേ ഇതിനു വേണ്ടി വർക്ക് ചെയ്യാൻ തയ്യാറാകുന്ന ആൾക്കാരാണ്. ഏതെങ്കിലും ഒരു എക്സ്ക്ലൂസീവ് വരുമ്പോൾ അതിന് പേയ്മെൻറ്റിൽ വ്യത്യാസമുണ്ടാവും. ഇവർ ഒരു മെയിൻറ്റെയിനിങ് ഫീ നൽകിയിട്ട് കമ്പനി നിലനിർത്തിക്കൊണ്ട് പോകും. അതാണ് റോയിറ്റേഴ്സൊക്കെ ചെയ്യുന്നത്. റോയിറ്റേഴ്സിന് എല്ലായിടത്തും അവരുടെ ആളുകളെ വെച്ചിട്ട് ന്യൂസ് കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റാഫിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അവർക്കതൊരിക്കലും ലാഭകരമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റില്ല. അതൊരു ന്യൂസ് ഏജൻസിക്കും അങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവരിത്തരത്തിലൊരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നതും അങ്ങനെ സ്ട്രിങ്ങേഴ്സിനെ കുറച്ച് പേരെ അക്കോമഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവർക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കണ്ടെത്തുന്ന വാർത്തകൾ ഇവർ സ്ട്രിങ്ങറായിട്ട് വർക്ക് ചെയ്യുന്ന ചാനലോ പത്രമോ എന്തായാലും കൊടുക്കും. അപ്പോൾ അവർക്ക് അതിൻ്റെ പേരിലൊരു പേയ്മെൻറ്റിൽ വേറൊരു വ്യത്യാസം കാണിക്കാൻ പറ്റും. ഇതാണ് സ്ട്രിങ്ങർ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന മറ്റൊരു വ്യക്തിയാണ് ഫ്രീലാൻസ് ജേർണലിസ്റ്റ്. ഫ്രീലാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബേസിക്കലി ഒരു കമ്പനിയുടെയും സ്റ്റാഫല്ല, ഒരു പത്രത്തിൻ്റെയോ ഒരു TV ചാനലിൻ്റെയോ ഭാഗമായിട്ടല്ല അവർ വർക്ക് ചെയ്യുന്നു. അവർ സ്വതന്ത്രമായ രീതിയിൽ അവർക്ക് ഇഷ്ടമുള്ളിടത്ത് പോവും, ഇഷ്ടമുള്ള വാർത്തകൾ കണ്ടെത്തും. അല്ലെങ്കിൽ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യാൻ കിട്ടാത്തൊരു എക്സ്ക്ലൂസീവ് കിട്ടിയാൽ അവരതിനെ റിപ്പോർട്ട് ചെയ്യും. എന്നിട്ട് അവരത് ചാനലുകളിലേക്ക് അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ പത്രങ്ങൾക്ക് അയച്ചു കൊടുക്കും. അവരാ വാർത്ത ഇഷ്ടപ്പെട്ട് അത് മേടിക്കാൻ തയ്യാറായാൽ അതിനൊരു നിശ്ചിത പേയ്മെൻറ്റ് കൊടുക്കും. അതിനർത്ഥം നാളെ മുതലേ അയാളുടെ എല്ലാ വാർത്തകളും ആ പത്രം കൊടുക്കുമെന്നോ ആ ചാനൽ കൊടുക്കുമെന്നോ അതിനർത്ഥമില്ല. ഇന്നൊരു ആവശ്യഘട്ടത്തിൽ അയാളിൽ നിന്നത് മേടിക്കാം. ചില സമയങ്ങളിൽ എക്സ്ക്ലൂസീവായിട്ടുള്ള ചില ഫോട്ടോസ് കിട്ടും. അപ്പോൾ അത് ചിലപ്പോൾ ഒരു ഫ്രീലാൻസർക്കായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക. കാരണം ഏതെങ്കിലും ഒരു പത്രത്തിൻ്റെയോ ഒരു TV ചാനലിൻ്റെയോ റിപ്പോർട്ടർ അവിടെ എത്തുമ്പോഴേക്കും ഇൻസിഡൻ്റൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോഴാണ് ഇത്തരം ഫ്രീലാൻസേഴ്സിന് വലിയ ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത്. കാരണം അവരുടെ കയ്യിൽ നിന്ന് എന്ത് വില കൊടുത്തും അത് മേടിക്കാനായിട്ട് പത്രസ്ഥാപനങ്ങളും മാധ്യമങ്ങളൊക്കെ ക്യൂ നിൽക്കുന്നൊരവസ്ഥയുണ്ടാവും. അപ്പോൾ സ്ട്രിങ്ങർ വേറെയാണ്, ഫ്രീലാൻസ് വേറെയാണ്. രണ്ടും രണ്ടായിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കുക. സ്ട്രിങ്ങർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്താണെന്നും ഫ്രീലാൻസർക്ക് കിട്ടുന്ന ആനുകൂല്യം എന്താണെന്നും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഫ്രീലാൻസറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആനുകൂല്യം എന്ന് പറയുന്നത് ഫ്രീഡമാണ്. ഫ്രീഡം ഓഫ് വർക്ക്. നിങ്ങളൊരു സ്ഥാപനത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ആ സ്ഥാപനം പറയുന്നത് ചെയ്യണം. മാനേജ്മെൻറ്റ് പറയുന്ന ഏൽപ്പിക്കുന്ന ജോലി കൃത്യമായിട്ട് ചെയ്തു കൊടുക്കണം. അതിനാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് തരുന്നത്. ഞാൻ സ്വതന്ത്രമായിട്ട് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചാൽ എന്നോട് ഒരാളും പറയാനില്ല. അങ്ങോട്ട് പോവുക, രാവിലെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി അതിൻ്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ആ റിപ്പോർട്ട് ഇവിടെ സബ്മിറ്റ് ചെയ്യുക.
ഇങ്ങനെ കൽപ്പിക്കാനോ എന്നെ നിയന്ത്രിക്കാനോ ആരുമില്ല. ഫ്രീലാൻസർ ആയതുകൊണ്ട് എനിക്ക് എൻ്റെ സൗകര്യപ്രദമായിട്ടുള്ള സമയത്ത്, അതുപോലെ രാവിലെ 7 മണിക്ക് ഓഫീസിലെത്തണം, അവിടെ നമ്മളൊരു മീറ്റിംഗ് കൂടും, അതിലെല്ലാവർക്കും ചാർട്ട് ചെയ്യും പ്രോഗ്രാം. ഒന്നുമില്ല, 10 മണി വരെ കിടന്നുറങ്ങുക. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇക്കണോമിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. കൃത്യമായിട്ട് മാസം ശമ്പളം വരും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടാവില്ല. എന്നാൽ ഞാനൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്ത് വരികയാണ്, ഞാൻ അത്രയും സ്കില്ലുള്ള വ്യക്തിയാണെങ്കിൽ ഒരു പക്ഷേ ഒരു പത്രസ്ഥാപനത്തിലോ ഒരു മാധ്യമത്തിലോ വർക്ക് ചെയ്യുന്ന വ്യക്തി ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഫ്രീലാൻസിങ്ങിലൂടെ എനിക്ക് നേടാനായിട്ട് പറ്റും. പലരും ഫ്രീലാൻസ് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണവും ഇത് തന്നെയാണ്. ഫ്രീഡം ഇല്ല. നമ്മൾ കണ്ടെത്തിയ ഒരു വാർത്ത നമുക്ക് പൂർണ്ണ മനസ്സോടെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് 100 തടസ്സങ്ങൾ, മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എതിർപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തടസ്സം നേരിടുമ്പോഴാണ് പലരും ജോലി ക്വിറ്റ് ചെയ്തിട്ട് സ്വന്തമായിട്ടത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത്. ഹെവി റിസ്ക് ആണ്, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നമുക്ക് കൃത്യമായിട്ട് വാർത്തകൾ കിട്ടുന്നില്ലെങ്കിൽ ജീവിക്കാനുള്ള മാർഗം പോലും ഉണ്ടാവില്ല. ആ നേരത്തെ നമ്മൾ വിഷമിച്ചിട്ടോ ആരെയും കുറ്റപ്പെടുത്തിയിട്ടോ യാതൊരു കാര്യവുമില്ല. പക്ഷേ ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരു ജേർണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യുകയാണ് അയാൾക്ക് ഏറ്റവും സുഖം. അതുപോലെ തന്നെ ഇപ്പോൾ സ്വന്തം ആശയങ്ങൾ പറയാനുണ്ട് എന്ന് താല്പര്യമുള്ള ആളാണെങ്കിൽ അവർക്കും ഫ്രീലാൻസ് ചെയ്യാനാണ് ഏറ്റവും എളുപ്പമുണ്ടായിരിക്കുക. അപ്പോൾ അവർക്ക് ആ ഇഷ്യൂവിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സംഭവത്തെക്കുറിച്ചൊരു ആർട്ടിക്കിൾ എഴുതുമ്പോൾ അവർക്ക് അതിൽ അവരുടേതായിട്ടുള്ള മനോഭാവം കൊണ്ടുവരാനായിട്ട് പറ്റും. കാരണം അവരാരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല നിൽക്കുന്നത്. ഇതാണ് വ്യത്യാസം പ്രധാനമായിട്ടും. ഇനി നമുക്കിതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. സ്ട്രിങ്ങർ ഈസ് എ പാർട്ട് ടൈം or freelance journalist, videographer or photographer typically assigned by a news organization to cover areas that are considered less newsworthy or peripheral to the news organization's coverage area. അതാണ് റോയിറ്റേഴ്സ് സ്റ്റിങ്ങർ പാനൽ മെമ്പർ വേണു എന്ന് പറഞ്ഞിട്ട് റൺ ബേബി റണ്ണിൽ മോഹൻലാൽ ഒരു കഥാപാത്രത്തെ ചെയ്യുന്നു. മോഹൻലാലിന് എവിടെ വേണമെങ്കിലും കിടന്ന് നടക്കാം. കാരണം വാർത്തകൾ കൊണ്ടുവന്നാൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ ഇഷ്യൂ ആയിരിക്കും അസൈൻ ചെയ്ത് കൊടുക്കുക. ആ സിനിമയിൽ തന്നെ പറയുന്നുണ്ട്, ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്റർക്ക് വേണ്ടി കാർഗിൽ വാർ എടുത്തതാരാ? വേണു. അപ്പം ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് സ്പെഷ്യലി അസൈൻ ചെയ്യും. അപ്പോൾ ചിലപ്പോൾ റോയിറ്റേഴ്സ് ആയിരിക്കും പറയുക, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് കവർ ചെയ്ത് തരണം. കവർ ചെയ്ത് തരും. ഞാൻ സ്ട്രിങ്ങർ ആണെങ്കിൽ ഞാൻ കവർ ചെയ്യും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇൻകം കിട്ടണമെങ്കിൽ ഇവർക്ക് നല്ലൊരു ഇത് കൊടുക്കണം. അതുപോലെ ഇപ്പോൾ കേരളത്തിലൊരു സ്ട്രിങ്ങർ ഉണ്ടെങ്കിൽ, കേരളത്തിൽ വലിയ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ, എന്തെങ്കിലും ഒരു അവിചാരിതമായിട്ടുള്ളൊരു സംഭവമോ ഒരു നാച്ചുറൽ കലാമിറ്റിയോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യാൻ റോയിറ്റേഴ്സിന് UK ആളെ ഇങ്ങോട്ട് അയക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് അതാത് ഏരിയകളിൽ ഒരു ലൊക്കാലിറ്റിയിലേക്ക് ബേസ് ചെയ്തുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം കേരളം എന്ന് പറയുന്ന ഒരു ലൊക്കാലിറ്റിയാണ്. കാരണം ഇൻ്റർനാഷണൽ ന്യൂസ് ഏജൻസിയാണ്. അപ്പോൾ റോയിറ്റേഴ്സ് ഒരാളെ കേരളത്തിൽ നിന്ന് സെലക്ട് ചെയ്യും. അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ നടന്ന് ചെയ്യാൻ 1-2 പേരെ സെലക്ട് ചെയ്ത് വയ്ക്കും. അവരാണ് റോയിറ്റേഴ്സിന് വേണ്ടി ഇന്ത്യൻ ന്യൂസുകൾ കൈകാര്യം ചെയ്യുന്നുണ്ടായിരിക്കും. അവർക്ക് വേറെയും ജോലി ചെയ്യാം. അതുകൊണ്ടൊന്നും റോയിറ്റേഴ്സിനൊരു പരാതി ഉണ്ടാവില്ല. ഞാൻ റോയിറ്റേഴ്സിൻ്റെ സ്റ്റിങ്ങർ പാനൽ മെമ്പറായിരിക്കെ എനിക്ക് വേണമെങ്കിൽ മലയാള മനോരമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്ത് കൊടുക്കാം. പക്ഷേ എനിക്ക് അവരുടെ സ്റ്റാഫ് ആവാൻ പറ്റില്ല. ഡയറക്റ്റ് മനോരമയുടെ സ്റ്റാഫായിട്ട് എനിക്ക് അവരിൽ ഓഫീസിൽ പോയി ഡെയിലി പോയിരുന്ന് വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ അവർക്ക് വേണ്ടി ഇടയ്ക്ക് ഏതെങ്കിലും അസൈൻമെൻറ്റ് ഏറ്റെടുക്കുന്നതുകൊണ്ടോ വർക്ക് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടോ റോയിറ്റേഴ്സിനും കുഴപ്പമുണ്ടാവില്ല, എനിക്കും യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല.
that are considered less newsworthy or peripheral to the news organization's coverage area. Stringers do not receive regular salary. അതാണ് ഞാൻ പറഞ്ഞത്. കൃത്യമായിട്ട് സാലറി ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ചെയ്യുന്ന വർക്കിന് നമ്മൾ പറയുന്ന പേയ്മെൻറ്റ് നമുക്ക് മേടിച്ചെടുക്കാം. കാരണം അവരുടെ ആരുമില്ലാത്തത് കൊണ്ടാണ് അത് നമ്മളോട് കവർ ചെയ്യാൻ പറയുന്നത്. അവരുടെ റിയൽ സ്റ്റാഫ് ഇല്ലാത്തത് കൊണ്ട്, റെഗുലർ ബേസിസിൽ സാലറി മേടിക്കുന്ന സ്റ്റാഫ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളത് അവർക്ക് വേണ്ടി കവർ ചെയ്ത് കൊടുക്കുന്നത്. നമ്മളവർ സ്റ്റിങ്ങറായിട്ട് വെച്ചിട്ടുള്ളതും ഇങ്ങനെ എന്തെങ്കിലും അസൈൻമെൻറ്റ് തരാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ റെഗുലർ ബേസിസിൽ എല്ലാ മാസം 1-ാം തീയതി ആകുമ്പോൾ സാലറി വരുന്നു, അങ്ങനൊരു ഇതുണ്ടാവില്ല. ബട്ട് ദേ ആർ പെയ്ഡ് ഫോർ ഈച്ച് പീസ് ഓഫ് പബ്ലിഷ്ഡ് ഓർ ബ്രോഡ്കാസ്റ്റ് വർക്ക്. ഏതെങ്കിലും ഒന്ന് ടെലികാസ്റ്റ് ചെയ്യപ്പെടുകയോ ഏതെങ്കിലും ഒന്ന് പബ്ലിഷ് ചെയ്യുകയോ ചെയ്താൽ ആ പബ്ലിഷ് ചെയ്തതിന് അപ്പോൾ തന്നെ അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കും. സ്ട്രിങ്ങേഴ്സ് ആർ അപ്പോയിൻറ്റഡ് ഇൻ ദി റിമോട്ട് ഏരിയാസ് ഓഫ് കേരള ബൈ മോസ്റ്റ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ടെലിവിഷൻ ചാനൽസ് ടു റിപ്പോർട്ട് ഇവൻറ്റ്സ് ആൻഡ് ഇഷ്യൂസ് ഫ്രം ദി ലൊക്കാലിറ്റി. അത് കേരളത്തിലെ ന്യൂസ് പേപ്പർ ആണെങ്കിൽ വളരെ റിമോട്ടഡ് ആയിട്ടുള്ള, ഇപ്പോൾ അട്ടപ്പാടി, മുത്തങ്ങ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക്, അതൊക്കെ ഒരു റിമോട്ട് എന്ന് പറയാൻ തന്നെ കാരണം ആദിവാസികൾ താമസിക്കുന്ന അല്ലെങ്കിൽ ബാക്ക്വേർഡ് ക്ലാസ്സിൽപ്പെട്ട തീരെ മുഖ്യധാരയിലേക്ക് കടന്നു വരാത്ത ഒരു വിഭാഗം താമസിക്കുന്ന മേഖലയാണ്. അപ്പോൾ അവിടെ ഒരു സമരം ഉണ്ടായാൽ അല്ലെങ്കിൽ അവിടെ ഒരു ആദിവാസി പ്രക്ഷോഭം നടന്നാൽ അത് റിപ്പോർട്ട് ചെയ്യാൻ ഓരോ ലൊക്കാലിറ്റിയിലേക്കും ആ സമയത്ത് മാത്രം മനോരമയ്ക്ക് ഒരാളെ അട്ടപ്പാടിയിലേക്ക് വിടാനോ മുത്തങ്ങയിലേക്ക് വിടാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു സ്റ്റിങ്ങർ മെമ്പറെ വെച്ചിട്ടുണ്ടായിരിക്കും. അയാളായിരിക്കും ആ ഏരിയയിലത്തെ വാർത്ത കവർ ചെയ്യുക. ആ വാർത്തയുടെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് അയാൾക്ക് പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കും. സോ ദാറ്റ് ദീസ് ഓർഗനൈസേഷൻ ഡു നോട്ട് മിസ് എനി ന്യൂസ് ബ്രേക്ക് ഇൻ എനി പാർട്ട് ഓഫ് ദി സ്റ്റേറ്റ്. ലാർജർ ന്യൂസ് ഓർഗനൈസേഷൻ often rely on local stringers to provide rapid scene description, quotations or photos when a staff reporter or photographer is unable to reach a location quickly for breaking news stories. ഏതെങ്കിലും സാഹചര്യത്തിൽ സ്റ്റാഫ് റിപ്പോർട്ടർമാർക്ക് എത്തിച്ചേരാൻ കഴിയാതിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ, ഒരു വീഡിയോ അത് കവർ ചെയ്യാനായിട്ടാണ് ഇത്തരം സ്ട്രിങ്ങേഴ്സിനെ ഉപയോഗിക്കുന്നു. അപ്പോൾ എന്താ മെച്ചമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാഫിന് കിട്ടാത്തത് ചിലപ്പോൾ സ്ട്രിങ്ങർ കൊണ്ടുവരും, ചിലപ്പോൾ ഫ്രീലാൻസർ കൊണ്ടുവരും. ഫ്രീലാൻസർക്കും സ്ട്രിങ്ങർക്കും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, സ്ട്രിങ്ങറെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്തു കൊണ്ടുവരുന്ന വാർത്ത അയാളുടെ ഇതിൽ പബ്ലിഷ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. ഫ്രീലാൻസറെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്ത ആർട്ടിക്കിൾ വരണമെങ്കിൽ ഒരു മാധ്യമത്തിനെ കൺവിൻസ് ചെയ്യണം, ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും ഉണ്ട് എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റണം. ഇൻ ദിസ് കപ്പാസിറ്റി സ്ട്രിങ്ങേഴ്സ് ആർ യൂസ്ഡ് ഹെവിലി ബൈ മോസ്റ്റ് ടെലിവിഷൻ ന്യൂസ് ഓർഗനൈസേഷൻ ആൻഡ് സം പ്രിൻറ്റ് പബ്ലിക്കേഷൻ ഫോർ വീഡിയോ ഫുട്ടേജ്, ഫോട്ടോസ് ആൻഡ് ഇൻ്റർവ്യൂസ്. ചില സമയങ്ങളിൽ ഇന്ന് കാണുന്ന പല മാധ്യമങ്ങൾക്കും ഇത്തരത്തിലുള്ള സ്ട്രിങ്ങേഴ്സിനെ കൂടുതലായിട്ട് ആശ്രയിക്കേണ്ടി വരും. കാരണം ഈ സ്ട്രിങ്ങേഴ്സാണ് ഇവർക്ക് കിട്ടാതെ പോകുന്നത്. അതായത് എല്ലാ വാർത്തയും ഇപ്പോൾ ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ മൊത്തം ഭാഗങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യത്തക്ക അത്ര സ്റ്റാഫ് ഫെസിലിറ്റി ഇന്ത്യയിൽ ഒരു മാധ്യമത്തിനും ഉണ്ടാവില്ല. അപ്പോൾ പല പല രീതിയിൽ അവർ സോഴ്സ് കണ്ടെത്തും. ന്യൂസ് ഏജൻസീസ് ഒരു മാർഗമാണ്, സ്റ്റാഫ് കൊണ്ടുവരുന്ന വാർത്തകൾ ഒരു മാർഗമാണ്. പിന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ഇത്തരത്തിലുള്ള ഫ്രീലാൻസ്, സ്ട്രിങ്ങേഴ്സ്, ഇവരൊക്കെ കൊടുക്കുന്ന വാർത്തകളുടെ പ്രാധാന്യം മനസ്സിലാക്കി അത് മേടിക്കാനായിട്ട് ശ്രമിക്കുന്ന രീതി. അപ്പോൾ ഇങ്ങനെയാണ് ഇവർക്ക് വാർത്തകളും വിഷയങ്ങളൊക്കെ പുതിയതായിട്ട് കിട്ടുന്നത്. എ ലോക്കൽ ന്യൂസ് പേപ്പർ മേ ഹാവ് സ്ട്രിങ്ങേഴ്സ് ഇൻ സറൗണ്ടിങ് സ്മോൾ ടൗൺസ്, whereas major news organization may have stringers in dozens of countries around the world, especially in the areas where they have no full-time reporters. പല വലിയ വലിയ ചാനലുകൾക്കും പത്രങ്ങൾക്കും ഒക്കെ സംബന്ധിച്ചിടത്തോളം ഡസൻ കണക്കിന് ആൾക്കാർ ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് സ്ട്രിങ്ങേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ
ഇപ്പോൾ അമേരിക്കയിലൊരു സ്ട്രിങ്ങർ ഉണ്ടെങ്കിൽ അവിടെ ഒരു വിഷയം നടക്കുമ്പോൾ അതിൻ്റെ വാർത്തകളും ഫ്യൂട്ടേജുകളും കാര്യങ്ങളൊക്കെ അപ്പോൾ ലൈവായിട്ട് അയാളിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും നമ്മുടെ ചാനലിന്. കാരണം ഇത് കോമ്പറ്റീഷൻ വളരെ ശക്തമായി നിൽക്കുന്ന കാലഘട്ടമായതുകൊണ്ട് ആ കോമ്പറ്റീഷനെ നമുക്ക് മറികടക്കാനായിട്ട് പറ്റണം. കോമ്പറ്റീഷനെ മറികടക്കാൻ പറ്റണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ആശയം, നമ്മൾ മുൻപന്തിയിലെത്തിയാൽ മാത്രമേ നമ്മളുടെ കൂടെ നമ്മളുടെ ചാനലിനെ കാണാനും കേൾക്കാനും ആൾക്കാരുണ്ടാവുള്ളൂ. നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ബാക്കിലോട്ട് വലിഞ്ഞാൽ നാച്ചുറലി മറ്റുള്ളവരും ബാക്കിലോട്ട് വലിയും. സ്ട്രിങ്ങേഴ്സ് ഓൾസോ മേ ബി യൂസ്ഡ് ഇൻ ഏരിയാസ് that are seen as dangerous trouble spot such as war zone or natural disaster sites, or for stories that would be too time consuming for regular staff to cover. 3-4 പ്രത്യേക അസൈൻമെൻറ്റുകളാണ് മെയിനായിട്ടും ഇത്തരം സ്ട്രിങ്ങേഴ്സിന് കൊടുക്കുക. ഒന്നുകിൽ വാർ സോണ്, അവിടുത്തെ ലൈവ് കവറേജിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഭീകര ആക്രമണം നടക്കാൻ സാധ്യതയുള്ള മേഖലകൾ. ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ, അതായത് കൂടുതൽ ടൈം എടുക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഉദാഹരണത്തിന് എലക്ഷൻ റിസൾട്ടാണെങ്കിൽ, ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാൻ നിൽക്കുകയാണ്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലയിലേക്കൊക്കെയുള്ള തെരഞ്ഞെടുപ്പ് വരാൻ നിൽക്കുകയാണ്. ഈ സമയത്തൊക്കെ സ്ട്രിങ്ങേഴ്സിൻ്റെ ഉപയോഗം വളരെ കൂടുതലായിരിക്കും. കാരണം ഓരോ ലൊക്കാലിറ്റിയിലും ചെന്ന് അവിടെ എത്ര വോട്ടിന് ആര് ജയിച്ചു, ആ ജയിച്ചത് ഏത് പാർട്ടിയുടെ അനുഭാവിയാണ്, അങ്ങനെയാണെങ്കിൽ ആ പഞ്ചായത്ത് ആരുടെ കയ്യിലേക്ക് പോകാനാണ് സാധ്യത, LDFന് കിട്ടുമോ, UDFന് കിട്ടുമോ, വിമതരുടെ സാധ്യത എത്രത്തോളം, BJPക്ക് എത്ര പഞ്ചായത്തുകൾ ലഭിക്കുന്നു, എത്ര ജില്ലാ പഞ്ചായത്തുകൾ ലഭിക്കുന്നു, കോർപ്പറേഷനിൽ എത്ര ഡിവിഷൻ ലഭിക്കുന്നു, ഒക്കെ വളരെ കാര്യക്ഷമമായിട്ട് നോക്കാനും അതിൻ്റെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ കിട്ടിക്കൊണ്ടിരിക്കാനും. കാരണം ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഓരോ വാർഡുകളുണ്ടായിരിക്കും. ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 10, 12, 15, 20 വാർഡുകൾ വരെയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ആ 20 വാർഡിലെയും എണ്ണി തീർക്കുമ്പോഴേക്കും നമ്മുടെ സ്റ്റാഫ് റിപ്പോർട്ടർക്ക് പോയിട്ട് ഓരോന്നായിട്ട് കൗണ്ട് ചെയ്ത് പോകാൻ പറ്റില്ല. ഇനി എത്ര ജില്ലാ പഞ്ചായത്തുകൾ ഉണ്ടായിരിക്കും, എത്ര ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉണ്ടായിരിക്കും, എത്ര ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ടായിരിക്കും കേരളത്തിൽ തന്നെ. അപ്പോൾ ഇവിടെയൊക്കെ റിപ്പോർട്ടേഴ്സിനെ അലോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോഴാണ് ഈ സ്ട്രിങ്ങേഴ്സിനെ കൂടുതലായിട്ട് ആശ്രയിക്കേണ്ടി വരും. ചിലപ്പോൾ ഈ സമയങ്ങളിലൊക്കെയാണ് ഫ്രീലാൻസേഴ്സിന് കൂടുതലായിട്ട് വർക്ക് കിട്ടുക. Stringers are significantly less expensive to news organizations than are full-time employees, as they usually paid per word, story, video or photo. Most of them are paid a fixed amount as retainer fee on a monthly basis to ensure their availability and then paid for their contribution. ഇതാണ് സ്ട്രിങ്ങർക്കുള്ള ബെനിഫിറ്റ്. ഫ്രീലാൻസറിൽ നിന്ന് സ്റ്റിങ്ങർക്കുള്ള അടുത്ത ബെനിഫിറ്റാണ് ഒരു ചെറിയ എമൗണ്ട് റിറ്റൈനിങ് ഫീ ആയിട്ട് നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കും മാസം. പ്ലസ് ഞാൻ കൊടുക്കുന്ന ഓരോ വാർത്തയ്ക്കും അഡീഷണൽ പേയ്മെൻറ്റ് എനിക്ക് കിട്ടും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു സ്ട്രിങ്ങർ പാനൽ മെമ്പറാണെങ്കിൽ ഞാൻ അതിനു വേണ്ടി കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യും. കാരണം എനിക്ക് കൂടുതൽ പൈസ കിട്ടണമെങ്കിൽ ഞാൻ ഇപ്പുറത്ത് എന്തെങ്കിലും കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ തുച്ഛമായൊരു എമൗണ്ട്, ആ തുച്ഛമായിട്ടുള്ള എമൗണ്ട് തരുന്നതിൻ്റെ കാരണം ഈ പത്രസ്ഥാപനത്തിനോ ഈ മാധ്യമത്തിനോ നമ്മൾ ആവശ്യമുള്ള സമയത്ത് നമ്മൾ അവൈലബിൾ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവരൊരു ഡ്യൂട്ടി അസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറെ ഡ്യൂട്ടിക്ക് പോയേക്കുക എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കില്ല. കാരണം സ്റ്റിങ്ങർ പാനൽ മെമ്പർ നമ്മൾ വിളിക്കുമ്പോൾ അവൈലബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയ റീറ്റൈനിങ് ഫീ തന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വേണമെങ്കിൽ സ്ട്രിങ്ങർ ആയിരിക്കെ തന്നെ ഞാൻ മനോരമയുടെ സ്റ്റിങ്ങർ പാനൽ മെമ്പറാണ്. എനിക്ക് വേണമെങ്കിൽ മാതൃഭൂമിക്ക് വേണ്ടി വാർത്ത ചെയ്യാം, ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് വേണമെങ്കിൽ പോയിട്ട് കവർ ചെയ്ത് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. മനോരമ എനിക്ക് കൃത്യമായിട്ട് മാസം ചിലപ്പോൾ ഒരു 5000 രൂപ തരുന്നുണ്ടാവും. അതെന്നെ നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷെ ഞാനതിന് മാസത്തിലൊരു 5 ന്യൂസെങ്കിലോ 4 ന്യൂസെങ്കിലോ കൊടുക്കേണ്ടി വരുമായിരിക്കും.
അത്രേ എനിക്ക് ടാർഗറ്റ് ഉണ്ടാവുള്ളൂ. മറ്റുള്ളവരെ പോലെ ഡെയിലി 3 എണ്ണം കൊണ്ടുവരണമെന്നോ 4 എണ്ണം കൊണ്ടുവരണമെന്നോ ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പം ഞാൻ കംഫർട്ടബിളാണ്. ഒരു മാസത്തിൽ എപ്പോഴെങ്കിലും ഒരു 4 എണ്ണം ചെയ്തു കൊടുത്താൽ മതി. പിന്നെ എനിക്ക് ചെയ്യാൻ അഡീഷണൽ ചെയ്യാൻ പറ്റിയാൽ, അതിന് നല്ല ന്യൂസ് വാല്യൂ ഉണ്ടെങ്കിൽ, അവരുടെ സ്റ്റാഫ് റിപ്പോർട്ടർക്ക് കവർ ചെയ്യാൻ പറ്റാത്തൊരു എക്സ്ക്ലൂസീവ് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതിന് പത്രം എനിക്ക് വേറെ അഡീഷണൽ പേയ്മെൻറ്റും തരും. അപ്പോൾ പിന്നെ ഞാൻ അതിലല്ലേ ഫോക്കസ് ചെയ്യുള്ളൂ. സ്ട്രിങ്ങേഴ്സ് സംടൈംസ് ഫേസ് ഗ്രേറ്റ് danger, especially in conflict zones such as Naxal controlled areas and borders. They lack the protections news organization spend on full-time reporters such as health insurance and bodyguards. അതൊരു വലിയ പ്രതിസന്ധിയാണ്. പ്രതിസന്ധിയല്ല, വലിയൊരു ഇഷ്യൂ ആണ്. എന്താണ് ഇഷ്യൂ? ഇവിടെയുള്ള ഇഷ്യൂ എന്ന് പറയുന്നത്, ഞാൻ ഒരു കമ്പനിയുടെ സ്റ്റാഫ് റിപ്പോർട്ടറാണെങ്കിൽ എനിക്ക് പല വിധത്തിലുള്ള ആനുകൂല്യങ്ങളും സപ്പോർട്ടുകളും എൻ്റെ പത്രം എനിക്ക് തരും. പക്ഷെ ഞാൻ വെറും ഒരു സ്ട്രിങ്ങറാണെങ്കിൽ കമ്പനിയുടെ മറ്റ് ആനുകൂല്യങ്ങളൊന്നും എനിക്ക് കിട്ടില്ല. ഇപ്പോൾ വലിയൊരു പത്രസ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ, ഞാൻ മരിച്ചാൽ എൻ്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ ആ ജോലി കിട്ടാനുള്ള അവകാശമുണ്ട്. അവരതിലേക്ക് ക്വാളിഫൈഡ് ആയാൽ മതി. ഇല്ലെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഒരു ജോലി അവിടെ കിട്ടും. ഡൈയിങ് ഹാർനസ് എന്ന് പറയും. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആ കമ്പനിയിൽ സ്റ്റാഫായിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇൻഷുറൻസ് ഉണ്ടായിരിക്കും. പിന്നെ എൻ്റെ PF, ഗ്രാറ്റുവിറ്റി, പെൻഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എമൗണ്ട് കൃത്യമായിട്ട് അവരെനിക്ക് തരും. അല്ലെങ്കിൽ എൻ്റെ ഫാമിലിക്ക് കൊടുക്കും. സ്ട്രിങ്ങറെ സംബന്ധിച്ചിടത്തോളം വാർത്ത കൊടുക്കുമ്പോൾ കിട്ടണത് മേടിക്കാം. അത് കഴിഞ്ഞാൽ ആ സ്ഥാപനവുമായിട്ട് പിന്നെ യാതൊരു സാമ്പത്തിക ഇടപാടുകളും ഇല്ല. ഞാൻ ചെയ്തു കൊടുത്താൽ എനിക്ക് അതിനുള്ള പ്രതിഫലം കിട്ടും. ഇല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും സോഴ്സ് കണ്ടെത്തണം. ഞാൻ സ്വന്തം കാശ് മുടക്കി ഇൻഷുറൻസ് എടുക്കണം. കാരണം എനിക്ക് കിട്ടുന്നത് ഈ ഡേഞ്ചർ സോണുകളാണ്. യുദ്ധം കവർ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രക്ഷോഭം, അതിപ്പോൾ നക്സലായാലും IS പോലെയുള്ള ഭീകരതകളായാലും ഈ തീവ്രവാദി സംഘടനകളുടെ അറ്റാക്ക് കവർ ചെയ്യാൻ പോവുക. എനിക്കെന്ത് പ്രൊട്ടക്ഷനാണുള്ളത്? ഞാൻ മരിച്ച ആർക്ക് പോയി? എൻ്റെ വീട്ടുകാർക്ക് പോയി. സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥാപനം നമ്മളൊരു അസൈൻമെൻറ്റ് ഏൽപ്പിച്ചു, ആ അസൈൻമെൻറ്റിനിടയിൽ മരിച്ചു. സ്ഥാപനം ചിലപ്പോൾ ഒരു അനുശോചനം രേഖപ്പെടുത്തും. പിറ്റേ ദിവസത്തെ പത്രത്തിൽ ഫ്രീ ആയിട്ട് അത്യാവശ്യം വലിപ്പത്തിലൊരു കോളം കൊടുക്കും. മനോരമ സ്ട്രിങ്ങറായിരുന്ന അരുൺ ഫ്രാൻസിസ് യുദ്ധം റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ വെടിയേറ്റ് മരിച്ചു. കണ്ണീരോടെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഓൾ കേരള മലയാള മനോരമ സ്റ്റാഫ് ആൻഡ് മാനേജ്മെൻറ്റ് കഴിഞ്ഞു. സ്ട്രിങ്ങറെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ആദരവ് അത്രയേ ഉള്ളൂ. മാക്സിമം ആണത്. അയാൾക്ക് പെൻഷനില്ല, ഗ്രാറ്റുവിറ്റി ഇല്ല, ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും ഇല്ല. പോയപ്പോൾ കുടുംബത്തിന് പോയി. നേരെ മറിച്ച് നിങ്ങളൊരു സ്റ്റാഫ് റിപ്പോർട്ടറാണെങ്കിൽ, നിങ്ങൾ അവരുടെ സ്ഥിരം ശമ്പളം മേടിക്കുന്ന, മാസം എണ്ണി ശമ്പളം മേടിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പല ആനുകൂല്യങ്ങളും കൂടുതലായിട്ട് കിട്ടാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സ്ട്രിങ്ങേഴ്സായിട്ട് അധികം പേര് കടന്നു വരാൻ ധൈര്യം കാണിക്കാത്തത്. Many resident stringers in conflict zone keep their work a secret from friends and family and face death threat or captured and accused of espionage. Some have been killed in the course of their reporting. കുറേ പേരെ പിടിച്ചു കൊണ്ടുപോയേക്കാം, ബന്ദികളാക്കി വെച്ചേക്കാം, ചിലർ ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ മരണപ്പെട്ടേക്കാം. എന്തൊക്കെ സംഭവിച്ചാലും അതിന് മനോരമയോ മാതൃഭൂമിയോ നമ്മളെ സ്ട്രിങ്ങേഴ്സായിട്ട് വെച്ചിട്ടുള്ള സ്ഥാപനത്തിന് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വമില്ല. ഇതൊക്കെ നമ്മളുടെ പേഴ്സണൽ റിസ്ക്കാണ്. സ്വന്തം കാര്യം സ്വയം നോക്കാനായിട്ട് തയ്യാറാവേണ്ടി വരും. ഡെസ്പൈറ്റ് ദി പൊട്ടൻഷ്യൽ റിസ്ക് ആൻഡ് ലോവർ പേ, there was an increase in stringers
in the early 21st century as many news organizations cut bureau and full-time staff to minimize cost. ഇന്നും സ്ട്രിങ്ങേഴ്സ് ഒരുപാട് പേരുണ്ടെന്നാണ് പറയുന്നത്. കാരണം സ്ട്രിങ്ങേഴ്സിന് ഫുൾ ടൈം വർക്കേഴ്സിൻ്റെ അത്ര സാലറി കൊടുക്കണ്ട എന്നുള്ള ഒരു ലാഭം ഉള്ളതുകൊണ്ട് പലരെയും സ്ട്രിങ്ങേഴ്സായിട്ടാണ് മാധ്യമങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നത്. അവരെ സംബന്ധിച്ച് അവർക്ക് വേറെ ജോലിക്ക് പോകാം അല്ലെങ്കിൽ വേറെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം എന്നുള്ളത് കൊണ്ട് പലരും സ്ട്രിങ്ങേഴ്സ് ആവാൻ തയ്യാറാവുകയും ചെയ്യുന്നു. ഇനി എന്താണ് ഫ്രീലാൻസ് എന്നുള്ളത്? ഫ്രീലാൻസ് ഇതുപോലെ തന്നെയാണ്, പക്ഷേ റീറ്റൈനിങ് ഫീ ഇല്ല, ഡയറക്റ്റ് അസൈൻമെൻറ്റുകൾ ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ചില ഏരിയകളിൽ ചില ഇഷ്യൂസ് വരുമ്പോൾ നമ്മളുടെ സ്ട്രിങ്ങേഴ്സിനോട് ചിലപ്പോൾ കവർ ചെയ്യാനായിട്ട് പറയും. ഫ്രീലാൻസറെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആരുടെയും അധികാരത്തിന് കീഴിലല്ല. സ്വന്തമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ചൊരു വാർത്ത കിട്ടിയാൽ അത് കൊണ്ടുപോയി കൊടുത്ത് അതിന് നമുക്ക് വേണമെങ്കിൽ പേയ്മെൻറ്റ് മേടിക്കാം. വേണമെങ്കിലല്ല, നമുക്ക് എത്രയാണോ കിട്ടാൻ സാധ്യതയുള്ളത് ആ പേയ്മെൻറ്റ് നമുക്ക് മേടിച്ചെടുക്കാം. അവിടെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കാര്യം ഫ്രീഡമാണ്, സ്വന്തമായിട്ടും സ്വതന്ത്രമായിട്ടും ജോലി ചെയ്യാനുള്ള അവകാശം. ഫ്രീലാൻസേഴ്സ് ആർ ജേർണലിസ്റ്റ് ഹൂ ഹാവ് no fixed employer but rather work for one or many media organization. ഒന്നോ അതിലധികമോ മീഡിയ ഓർഗനൈസേഷൻസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ജേർണലിസ്റ്റുകളാണ്. പക്ഷെ അവരവരുടെ സ്റ്റാഫല്ല, റിയൽ എംപ്ലോയി അല്ല. They enjoy freedom and flexibility to work with whom they want and when they want. ആർക്കാണോ അവരാവശ്യം, എപ്പോഴാണോ അവരാവശ്യം, ആ ഒരു രീതിക്കനുസരിച്ച് വളരെ ഫ്ലെക്സിബിളായിട്ടും ഒരുപാട് സ്വാതന്ത്ര്യത്തോടു കൂടിയും ചെയ്യാൻ പറ്റിയ ജോലിയാണ് ഫ്രീലാൻസ് ജേർണലിസം. ഞാൻ ആദ്യമേ പറയുന്നു, ഫ്രീലാൻസ് ജേർണലിസത്തിനുള്ള ഏറ്റവും വലിയ ഡ്രോബാക്ക് ഇക്കണോമിക്കൽ സ്റ്റെബിലിറ്റി ഇല്ല എന്നുള്ളതാണ്. ഇക്കണോമിക്കൽ സ്റ്റെബിലിറ്റിയിൽ മാത്രമല്ല പ്രശ്നം, നിങ്ങൾ കൊണ്ടു ചെല്ലുന്ന വാർത്ത ഒരു മാധ്യമത്തിന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുന്നത്, കൺവിൻസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ്. കാരണം അവരുടെ സ്റ്റാഫ് റിപ്പോർട്ടർക്ക് കിട്ടാത്ത ഒരു വാർത്ത നിങ്ങൾ കണ്ടെത്തി അതിന് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്റ്റൈലിൽ റിപ്പോർട്ട് ചെയ്ത് അത് ആ മാധ്യമത്തിൽ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കോൺട്രവേഴ്സിക്കുള്ള സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ എഴുതി കൊണ്ടുവന്നതിൽ തിരുത്തലൊന്നും അവർക്ക് വരുത്താൻ പറ്റില്ല. പിന്നെ അക്ഷരത്തെറ്റ്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷനിൽ എന്തെങ്കിലും മാറ്റം, അങ്ങനെ ചെറുത് വല്ലതും മാറ്റം വരുത്താനേ പറ്റുള്ളൂ. കണ്ടൻറ്റിൽ യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മളുടെ പത്രത്തിൽ അത് പബ്ലിഷ് ചെയ്തു എന്ന പേരിൽ നമുക്ക് മറ്റു ശത്രുക്കൾ ഉണ്ടാവാൻ, ഐ മീൻ രാഷ്ട്രീയപരമായിട്ടോ സാമൂഹികപരമായിട്ടോ ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കാൻ ഒരു പത്രവും തയ്യാറാവില്ല. അത് അയാളുടെ മാത്രം റിസ്ക് ആയിക്കോട്ടെ എന്ന് വിചാരിക്കുള്ളൂ. അപ്പോൾ ഈ കൺവിൻസിങ് എന്ന് പറയുന്നത് ഒരു ചടങ്ങായിരിക്കും. നിങ്ങൾ വാർത്ത ഉണ്ടാക്കി കൊണ്ടുവന്നാൽ മാത്രം പോരാ, അത് കൊടുത്താൽ റിസീവ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കണം. ഫ്രീലാൻസ് ജേർണലിസം ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഹെക്ടിക് ഫോം ഓഫ് ഫ്രീലാൻസ് റൈറ്റിംഗ്. A freelancer should spend much time hunting down stories, traveling from place to place and writing under short deadlines. ഒരു ഫ്രീലാൻസറെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരുപാട് സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യേണ്ടി വരും. ഒരുപാട് ന്യൂസുകൾ അന്വേഷിച്ച് അല്ലെങ്കിൽ ആ ന്യൂസിന് വേണ്ടി ഇങ്ങനെ തെരഞ്ഞു നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. ഇതിൻ്റെ കാരണം, ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഒരു ഷോർട്ട് നോട്ടീസിൽ അയാൾക്ക് വർക്ക് ചെയ്ത് അവസാനിപ്പിക്കേണ്ടി വരും. കാരണം ഫ്രീലാൻസർക്ക് ഒരു മാധ്യമത്തിലേക്ക് ഇടിച്ചു കയറി ചെല്ലാനുള്ള ഏറ്റവും വലിയ സാധ്യത, സ്കോപ്പ് എന്ന് പറയുന്നത്, അയാളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് ഏറ്റവും വേഗത്തിൽ ചെയ്ത് ആ സ്ഥാപനത്തിൻ്റെ സ്റ്റാഫ് റിപ്പോർട്ടർ ആ വാർത്ത കൊണ്ടുവരുന്നതിനേക്കാൾ മുൻപ് അതവിടെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാത്രമേ അയാൾക്ക് അതിനുള്ള പേയ്മെൻറ്റ് കിട്ടുള്ളൂ. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യേണ്ടി വരും. മറ്റ് റിപ്പോർട്ടേഴ്സ് എത്തുന്നതിന് മുൻപേ നമ്മൾ നമ്മുടെ റിപ്പോർട്ട് തയ്യാറാക്കി ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി കൊടുത്ത് അവരെ കൺവിൻസ് ചെയ്ത് അതിനുള്ള പേയ്മെൻറ്റ് നമുക്ക് മേടിച്ചെടുക്കാം. പോരാത്തതിന്
അത് കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് കൊണ്ടു ചെല്ലുന്നതെന്ന് വെച്ചാൽ അവരുടെ റിപ്പോർട്ടർ കൊണ്ടുവരും എന്നുള്ളത് ഒരു കാര്യം. 2, ആ വാർത്തയുടെ മൂല്യം നഷ്ടപ്പെടുന്നതിന് മുൻപ് അത് എയർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ഇപ്പോൾ പേപ്പറിലായാലും പ്രിൻ്റ് ചെയ്യണതിന് തൊട്ട് മുമ്പ് കിട്ടണം. പിറ്റേ ദിവസത്തെ പത്രത്തിൽ കൊടുത്തിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഫ്രീലാൻസർക്ക് എന്തെങ്കിലും തരത്തിലൊരു പേയ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയെങ്കിലും ഉള്ളൂ. അപ്പോൾ അത് അയാൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് വളരെ സ്പീഡി ആയിരിക്കണം. ഫ്രീലാൻസ് ജേർണലിസം വുഡ് ബി ഓഫ് 2 types: newspaper journalism and magazine journalism. As a rule, newspaper journalism involves a much narrower range of subject matter than magazine journalism. മാഗസിനും വേണ്ടിയിട്ടും ഫ്രീലാൻസ് ചെയ്യാം, ന്യൂസ് പേപ്പറിന് വേണ്ടിയിട്ടും ഫ്രീലാൻസ് ചെയ്യാം. ചില സാഹചര്യങ്ങളിൽ ഇലക്ട്രോണിക് മീഡിയയ്ക്ക് വേണ്ടിയിട്ടും ഫ്രീലാൻസ് ചെയ്യും. സാഹചര്യങ്ങൾ വളരെ പരിമിതമാണെന്ന് മാത്രം. എന്നിരുന്നാലും 2 ടൈപ്പ് ജേർണലിസമാണ് ഫ്രീലാൻസിലുള്ളത്. ഒന്ന് ന്യൂസ് പേപ്പർ ജേർണലിസവും മറ്റൊന്ന് മാഗസിൻ ജേർണലിസവും. ഇതിൽ മാഗസിൻ ജേർണലിസത്തിനുള്ള ബെനിഫിറ്റാണ് പറയുന്നത്. മാഗസിൻ ജേർണലിസത്തിൽ നമുക്ക് ഒരുപാട് സാധ്യതകൾ കിട്ടും. കാരണം ന്യൂസ് പേപ്പറിലേക്ക് കൊടുക്കണമെങ്കിൽ അതൊരു ന്യൂസ് വാല്യൂ ഉള്ള ഐറ്റം ആയിരിക്കണം. മാഗസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ന്യൂസ് വാല്യൂവിൻ്റെ വിഷയമില്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ പബ്ലിഷ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന മാറ്റർ എന്താണോ ആ മാറ്ററിനെ കുറിച്ച് വിശദമായിട്ടുള്ളൊരു പഠനം മതി. അതുപോലെ 12 മണിയാകുമ്പോഴേക്കും കിട്ടണം, അങ്ങനത്തെ പ്രശ്നമില്ല. മാഗസിൻ ആഴ്ചയിലോ മാസത്തിലോ പുറത്തിറങ്ങുന്നതാണെങ്കിൽ ആ ഒരു ടൈം കീപ്പ് ചെയ്തിട്ട് നമ്മൾ എഴുതി തയ്യാറാക്കി കൊടുത്താൽ മതി. പത്രത്തിന് വേണ്ടി ഫ്രീലാൻസ് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ടു ദ ടിപ്പ് എന്ന് പറയുന്നിടത്തായിരിക്കും ടൈം നിൽക്കുന്നുണ്ടായിരിക്കുക. ഒന്നങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ നീങ്ങാനുള്ള സ്പേസ് നമുക്ക് കിട്ടില്ല. അപ്പോഴേക്കും വർക്ക് ചെയ്ത് തീർത്ത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യപ്പെടും. എ ഫ്രീലാൻസ് ഹാസ് മോർ ഫ്രീഡം ഇൻ ചോയ്സ് ഓഫ് സബ്ജക്റ്റ് മാറ്റർ. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നിങ്ങളൊരു പത്രത്തിൽ ജോയിൻ ചെയ്തു, ആ പത്രം നിങ്ങളെ ഏൽപ്പിച്ചത് പൊളിറ്റിക്കൽ ന്യൂസ് കൈകാര്യം ചെയ്യാനാണ്. നിങ്ങൾക്കത് ഇഷ്ടമല്ല, നിങ്ങൾക്ക് സ്പോർട്സ് ന്യൂസ് മാത്രമേ കൈകാര്യം ചെയ്യാൻ താല്പര്യമുള്ളൂ. എന്തു ചെയ്യും? എത്ര നിർബന്ധിച്ചിട്ടും പത്രം സ്പോർട്സിലേക്ക് നമ്മളെ അക്കോമഡേറ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴാണ് പലരും ഫ്രീലാൻസർ ആവുക. അവരെന്നിട്ട് സ്വന്തമായിട്ട് ഫ്രീലാൻസ് ചെയ്ത് സ്പോർട്സ് ന്യൂസ് എഴുതിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് ഈ ന്യൂസ് എഴുതി കഴിഞ്ഞിട്ട് ഇപ്പോൾ ചിലപ്പോൾ വൈകി നടക്കുന്ന ചില കളികളൊക്കെ ഉണ്ടായിരിക്കും. 12 മണിക്കും 1 മണിക്കും 1:30 അവസാനിക്കുന്ന കളികളുണ്ടായിരിക്കും. ഇപ്പോൾ നേഷൻസ് ലീഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ കളികളൊക്കെ ചില പ്രധാന കളികളൊക്കെ പുലർച്ചെ 1:15 കളി. അപ്പോൾ ഈ കളി കണ്ട് ഇത് കഴിഞ്ഞതും റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറാവുന്ന, അല്ലെങ്കിൽ അതിരുന്ന് കണ്ട് അത് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറാവുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ ഈ കളി കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒരു ബ്രീഫ് തയ്യാറാക്കി അത് ഈ പറയുന്ന മീഡിയയിൽ എത്തിക്കാൻ കഴിവുള്ള ഫ്രീലാൻസേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ വാർത്തകൾ റിസീവ് ചെയ്യാൻ ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് അതിനുള്ള പേയ്മെൻറ്റ് കിട്ടാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാം. എനിക്ക് സ്പോർട്സാണ് ഇഷ്ടമെങ്കിൽ എനിക്ക് സ്പോർട്സിൻ്റെ പിന്നാലെ പോവാം. എനിക്ക് സിനിമാ മേഖലയെക്കുറിച്ച് മാത്രം എഴുതാനാണ് ഇഷ്ടം. പുതിയ സിനിമകൾ, പുതിയ പ്രോജക്റ്റുകൾ, പ്രതിഫലത്തെ തുടർന്നുണ്ടാകുന്ന തർക്കം, നിർമ്മാണ കമ്പനികൾ, പുതിയ OTT പ്ലാറ്റ്ഫോമിലുള്ള റിലീസിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് എനിക്ക് പഠനം നടത്താൻ ഇഷ്ടം. എനിക്കത് ചെയ്യാം. അതിനെ ബേസ് ചെയ്തുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റോറി, ഒരു ഉദാഹരണം പറയണത് കേട്ടോ, തിയേറ്ററിൽ സിനിമ ഇറക്കി വിജയിപ്പിച്ചെടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം ലാഭകരം OTT പ്ലാറ്റ്ഫോമുകളെന്ന് കണക്കുകൾ തെളിയിക്കുന്നു. ഇതാണ് എൻ്റെ ടോപ്പിക്ക്. എനിക്ക് അതിനെക്കുറിച്ച് പഠനം നടത്താനുള്ള ഇഷ്ടമുണ്ടായിട്ട് ഞാൻ ഫ്രീലാൻസറായിട്ട് അത് ചെയ്യാണ്. അപ്പോൾ ഞാൻ എന്തു ചെയ്യും? 2019 നവംബർ 17 വരെയുള്ള സിനിമകൾ എടുക്കും. നവംബർ 17, 2019 തൊട്ട് 2020 നവംബർ വരെയുള്ള സിനിമകൾ എടുക്കും. അല്ലെങ്കിൽ
മാർച്ചിലൊക്കെയാണ് ലോക്ക്ഡൗൺ വരുന്നത്. അവിടം തൊട്ടുള്ള സിനിമകൾ തൊട്ട് ഞാൻ കണക്ക് കൂട്ടും. എന്നിട്ട് കോവിഡിന് മുൻപുള്ള സിനിമകളിൽ നിർമ്മാണ ചെലവ് എത്ര വരുന്നു, പ്രമോഷൻ എത്ര അവർ ചിലവാക്കുന്നു. തിയേറ്ററുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ തിയേറ്ററിൻ്റെ പ്രമോഷൻ തിയേറ്ററിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും, പക്ഷെ നമ്മളുടെ ഭാഗത്തുനിന്നും പ്രമോഷൻ വേണ്ടി വരും. അപ്പോൾ ആ പ്രമോഷൻ എത്രത്തോളം ചെയ്തു, അതെല്ലാം കഴിഞ്ഞ് തിയേറ്റർ കളക്ഷനായിട്ട് എത്ര കിട്ടി. അതിൽ 33% തിയേറ്റേഴ്സിനുള്ളതാണ്, 33% പ്രൊഡ്യൂസർക്കുള്ളതാണ്. ഒരു തിയേറ്ററിൽ ഒരു സിനിമ കളിച്ചാൽ 100 രൂപ കൊടുത്ത് നിങ്ങൾ സിനിമ കണ്ടാൽ 33 രൂപ പ്രൊഡ്യൂസർക്കാണ്, 33 രൂപ തിയേറ്ററിനാണ്, 33 രൂപ വിതരണക്കാരനാണ്, റിലീസിങ്ങിനാണ്. ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്ന 100 രൂപ ഡിസ്ട്രിബ്യൂട്ടായി പോകുന്നു. അതേസമയം OTT പ്ലാറ്റ്ഫോമിലേക്ക് ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോ, നെറ്റ്ഫ്ലിക്സ് പോലെയുള്ളവർ നമ്മളുടെ സിനിമ എടുക്കുകയാണ്. അവരൊരു എമൗണ്ട് ഫിക്സ് ചെയ്യും. 10 കോടി രൂപയ്ക്ക് ആമസോൺ പ്രൈം വീഡിയോ ഈ സിനിമ എടുത്തു. അവരത് ആമസോൺ പ്രൈം വീഡിയോയിലിടും. നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കും. പലരും സിനിമ അതിൽ കാണാൻ ശ്രമിക്കും. നിങ്ങൾ അങ്ങനെ ഒരു സിനിമ അതിൽ കാണുമ്പോൾ നിങ്ങളുടെ മെമ്പർഷിപ്പ് ഫീയിൽ നിന്നും ആമസോൺ ഈ 10 കോടി എടുത്തിട്ട് സിനിമയുടെ പ്രൊഡ്യൂസർക്ക് കൊടുക്കും. പിന്നെ ആ സിനിമ നിങ്ങളെ കാണിക്കേണ്ട ഉത്തരവാദിത്തം പ്രൊഡ്യൂസറുടെ അല്ല, ആമസോൺ പ്രൈം വീഡിയോയുടെയാണ്. നിങ്ങളെ കൊണ്ട് മെമ്പർഷിപ്പ് എടുപ്പിക്കണ വരെ പ്രൈം വീഡിയോ ഇതിങ്ങനെ എല്ലാത്തിലും പരസ്യം കൊടുക്കും. സി യു സൂൺ, കാണൂ ആമസോൺ പ്രൈം വീഡിയോയിൽ മാത്രം. സൂഫിയും സുജാതയും ആമസോൺ പ്രൈം വീഡിയോയിൽ. ഇതിങ്ങനെ പറഞ്ഞ് നിങ്ങളെ ആമസോൺ പ്രൈം വീഡിയോയുടെ മെമ്പേഴ്സാക്കി മാറ്റുമ്പോൾ ഒരു വർഷത്തേക്കോ ഒരു മാസത്തേക്കോ എത്രയാണ് സബ്സ്ക്രിപ്ഷൻ ഫീ, അത് നിങ്ങളെ കൊണ്ട് അടപ്പിക്കും. ഈ ഫീ നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് പടം എടുക്കാനുള്ള പൈസകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. 300 രൂപയ്ക്ക് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ഫീ എടുത്താൽ 10 ലക്ഷം ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് ആയാൽ മതി. നിങ്ങളൊന്ന് കൂട്ടി നോക്കിക്കോ, 300 × 10 ലക്ഷം, അല്ലെങ്കിൽ 1 ലക്ഷം ആൾക്കാർ 300 രൂപ വെച്ചിട്ട് കൊടുക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര രൂപ കിട്ടും? ഇങ്ങനെ ഓരോ പടം വരുമ്പോഴും ആൾക്കാരുടെ എണ്ണം ഉയർന്നു വരും. ഇനി മന്ത്ലി പേയ്മെൻ്റാണ് കിട്ടുന്നതെങ്കിൽ, നമ്മളിപ്പോൾ ഈ കണക്ക് കൂട്ടുന്നത് 300 രൂപ 250 രൂപ മന്ത്ലി പേയ്മെൻ്റ് ആണെങ്കിൽ, അടുത്ത മാസം വീണ്ടും ഇതേ സബ്സ്ക്രിപ്ഷൻ ഫീ നിങ്ങൾക്ക് വരും. നിങ്ങൾ പോയിട്ട് പകരം പുതിയ ഇറങ്ങിയത് 2-3 സിനിമകൾ പ്രൈം വീഡിയോയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഈ തിയേറ്ററിന് കൊടുക്കുന്ന 33 വേണ്ട, നിങ്ങൾക്ക് എത്രയാണോ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യുന്നത് ആ എമൗണ്ടേ കിട്ടുള്ളൂ എന്ന് മാത്രം. തിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം പടം കൂടുതൽ ദിവസം ഓടിയാൽ അത്രയും ആൾക്കാർ വന്ന് കണ്ടാൽ അത്രയും വെച്ച് 33% നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ പടം ഫ്ലോപ്പായാലോ, അപ്പം മുടക്ക് മുതൽ പോലും തിരിച്ചു കിട്ടില്ല. അപ്പോൾ എൻ്റെ സ്റ്റഡി ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. ഒരു 10 പടം മുൻപത്തെയും 10 പടം ഇപ്പോഴത്തെയും എടുക്കും. എന്നിട്ട് ഞാൻ കമ്പയർ ചെയ്യും, ഏതിലൂടെ നിർമ്മിക്കുന്നതാണ് അല്ലെങ്കിൽ ഏത് പ്ലാറ്റ്ഫോമിലൂടെ പ്രദർശിപ്പിക്കുന്നതാണ് നമുക്ക് ലാഭകരം എന്നുള്ള ഒരു നിഗമനത്തിൽ ഞാൻ അവസാനം എത്തും. He or she know about an excellent local artist in need of a profile or community organization NGO that does interesting work and deserves a write-up. An article or feature would be written on endosulfan and its victims, drawing upon the accounts of people from the affected area. A freelancer will get time more than that of regular journalist to research and work on an assignment. നിങ്ങൾക്ക് പല രീതിയിലുള്ള ചോയ്സുകൾ നിങ്ങളുടെ മുൻപിൽ ഉണ്ടാവുകയാണ് ഫ്രീലാൻസർ ആകുമ്പോൾ. ഒരു പർട്ടിക്കുലർ വ്യക്തിയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു റൈറ്റപ്പ്, ഇപ്പോൾ ഒരു സിനിമാ നടനാണെങ്കിൽ സിനിമാ നടൻ, അല്ലെങ്കിൽ ഒരു സ്പോർട്സ് താരമാണെങ്കിൽ വളർന്നു വരുന്നൊരു താരം, അവനൊരു പ്രത്യേക ഫോക്കസ് കൊടുത്ത് നിങ്ങളൊരു ഇൻ്റർവ്യൂ എക്സ്ക്ലൂസീവായിട്ട് ചെയ്യണം. അപ്പോൾ അതിലൂടെ അദ്ദേഹം പറയുന്ന ആശയങ്ങളെ നിങ്ങൾ ഏതെങ്കിലും ഒരു മാധ്യമത്തിലൂടെ പൊതുസമൂഹത്തിന് മുൻപിൽ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിന് നിങ്ങൾക്ക് പേയ്മെൻറ്റ് എന്തായാലും കിട്ടുമെന്നുള്ളത് 100% ഉറപ്പാണ്. ആ വാർത്ത നിങ്ങളിൽ നിന്ന് മേടിക്കാൻ
ചാനലുകൾ നിങ്ങളുടെ പിന്നാലെ നടക്കുമെന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറുകൾ നിങ്ങളുടെ പിന്നാലെ നടക്കുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. കാരണം ആദ്യം കിട്ടുന്നതാണ് ഫ്രഷ്. പിന്നീട് നമ്മൾ വീണ്ടും വീണ്ടും ചെയ്ത് കിട്ടി വരുമ്പോഴേക്കും ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് തുടക്കത്തിൽ ശ്രമിക്കുന്നത്. അപ്പോൾ ചില NGOs അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷൻ, ഇവർക്കൊക്കെ ഇവരുടെ പ്രൊമോഷണൽ മോട്ടിവേഷന് വേണ്ടിയിട്ടുള്ള റൈറ്റപ്പുകൾ ചെയ്യണമെങ്കിൽ നമ്മൾ അവരെ പോയി കാണും, അവരുമായിട്ട് പറഞ്ഞുറപ്പിച്ചൊരു എമൗണ്ടിന് നമ്മളത് ചെയ്തു കൊടുക്കും. One of the real issue that freelancer confront is petty remuneration, what that they get. ഇത് തന്നെയാണ് മെയിൻ പ്രശ്നം. പൈസ വളരെ കുറച്ചേ കിട്ടുള്ളൂ. ചെയ്യുന്ന വർക്കിനെ കൺവിൻസ് ചെയ്തെടുക്കാൻ പറ്റിയാൽ അതിനൊരു പേയ്മെൻറ്റ് കിട്ടും. അങ്ങനെ കിട്ടുന്നത് വളരെ ചുരുങ്ങിയൊരു പേയ്മെൻറ്റ് മാത്രമായിരിക്കും. സിമിലർലി they do not always get copyright or bylines for the hard work news stories and features. ചില സമയങ്ങളിൽ ഇവർ വളരെയധികം കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന വാർത്തയൊക്കെ ആയിരിക്കും. പക്ഷേ ഇവരുടെ പേരോ ബൈലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വാർത്ത ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ പേര് കൊടുക്കും, ഇന്ന ലേഖകൻ എഴുതിയതാണ്. അത്തരത്തിലുള്ള ബൈലൈൻസ് പലപ്പോഴും ഇവർക്ക് കിട്ടില്ല. അങ്ങനെ കിട്ടാതെ വരുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നാളെ ഇവരെ ശ്രദ്ധിക്കപ്പെടാതെ അങ്ങോട്ട് പോകും. നമുക്കൊരു ബൈലൈൻ കിട്ടിയാൽ നമുക്ക് അടുത്ത പ്രാവശ്യം വാർത്തയുമായിട്ട് ചെല്ലുമ്പോൾ നമുക്ക് മാധ്യമങ്ങളോട് പറയാം, എൻ്റെ വാർത്തയാണ് ഇത്, ഇത്രയും പേര് വായിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ഇങ്ങനൊരു ബൈലൈൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ എളുപ്പമുണ്ടാവും. പക്ഷേ പലപ്പോഴും ഫ്രീലാൻസേഴ്സിന് ബൈലൈൻ കൊടുക്കാറില്ല. Sometimes the credit for unearthing the exclusive will be hijacked by the regular journalist of a news organization. They also do not enjoy any of the social security benefits that regular journalist is entitled to. റെഗുലർ ജേർണലിസ്റ്റുകൾക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യമോ സമൂഹത്തിലൊരു പ്രത്യേക സ്ഥാനമോ അല്ലെങ്കിൽ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് കയറി ചെല്ലാൻ, ഞാനൊരു ജേർണലിസ്റ്റാണ്, മലയാള മനോരമയുടെ റിപ്പോർട്ടറാണ് എന്ന് പറഞ്ഞ് കയറി ചെല്ലാവുന്ന അത്രയൊരു ഫ്രീഡം നമുക്ക് മറ്റുള്ളവർ എൻജോയ് ചെയ്യുന്ന അത്രയൊരു ഫ്രീഡം ഇവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് പല എക്സ്ക്ലൂസീവുകളും ചിലപ്പോൾ നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ട് റിസ്ക് എടുത്തിട്ടൊക്കെ ചെയ്തിട്ടുള്ളതായിരിക്കും. പക്ഷേ അത് നമ്മുടെ പേരിൽ വരാതെ ആ മാധ്യമത്തിൻ്റെ ഏതെങ്കിലും ഒരു റിപ്പോർട്ടറുടെ പേരിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട അംഗീകാരമാണ് കിട്ടാതെ പോകുന്നത്. അർഹിക്കാത്തവൻ ആ അംഗീകാരം വളരെ ഈസി ആയിട്ട് നേടിയെടുക്കുകയും ചെയ്യും. With the emergence of new media, there are numerous openings for freelancers. Online journalism provide greater recognition and better remuneration. Freelance write-ups are largely used by NGOs and private firms. ഇന്ന് ഫ്രീലാൻസേഴ്സിന് ഭയങ്കര വലിയൊരു സാധ്യതയാണ്. കാരണം ഓൺലൈൻ മാധ്യമങ്ങൾ ഒരുപാടുള്ള കാലഘട്ടമാണ്. അതുപോലെ തന്നെ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ ഒരുപാട് ഫ്രീലാൻസേഴ്സിന് ആവശ്യമാണ്. കാരണം ഇവർക്ക് കൊടുക്കുന്ന എമൗണ്ട് ഒരു നിശ്ചിത എമൗണ്ട് കൊടുത്താൽ മതി. ഒരു ഫ്രീലാൻസർക്ക് ഒരിക്കലും ബേസിക് സാലറി മേടിക്കുന്ന റെഗുലർ സ്റ്റാഫിൻ്റെ സാലറി കൊടുക്കേണ്ട കാര്യമില്ല. ഓരോ റൈറ്റപ്പിനും പേയ്മെൻറ്റ് കൊടുത്താൽ മതി. ഓൺലൈനിൽ ഒരുപാട് സാധ്യതകളുള്ളത് കൊണ്ടും നല്ലൊരു വിശാലമായിട്ടുള്ള സാധ്യതയുടെ ലോകം തുറന്നു കിട്ടുന്നതുകൊണ്ടും ഇവരെന്ത് ചെയ്യും, മാക്സിമം പൈസ കൂടുതൽ കൊടുത്ത് പല ഫ്രീലാൻസേഴ്സിൻ്റെ നിന്നും വർക്കുകൾ മേടിക്കാനായിട്ട് മാധ്യമങ്ങൾ തയ്യാറാവും. അതുകൊണ്ടാണ് ഓൺലൈൻ കാലഘട്ടത്തിൽ ഫ്രീലാൻസേഴ്സിന് ഇത്തിരി കൂടി സാധ്യത കൂടുതലുണ്ട് എന്ന് പറയും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ട് വിഷയമാണ് പഠിച്ചത്. ഒന്ന് സ്ട്രിങ്ങേഴ്സും മറ്റൊന്ന് ഫ്രീലാൻസ് ജേർണലിസ്റ്റും. സ്ട്രിങ്ങേഴ്സ് എന്ന് പറയുന്നതും റെഗുലർ സ്റ്റാഫ് അല്ല, പക്ഷേ ഒരു ഫിക്സഡ് എമൗണ്ട് റിറ്റൈനിങ് ഫീ നൽകിക്കൊണ്ട് മാധ്യമങ്ങൾ നിലനിർത്തുന്ന വ്യക്തികളാണ്, അവരുടെ റിപ്പോർട്ടേഴ്സാണ് സ്ട്രിങ്ങേഴ്സ് എന്ന് പറയുന്നത്. ഈ സ്ട്രിങ്ങേഴ്സിന് ആ റിറ്റൈൻ ഫീ കഴിഞ്ഞാൽ കിട്ടേണ്ടത് മുഴുവൻ അവർ ചെയ്യുന്ന വർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് എത്ര വർക്ക് ചെയ്തോ അതിനുള്ള പേയ്മെൻറ്റാണ് അവർക്ക് കിട്ടുക. എന്നാൽ സ്ട്രിങ്ങേഴ്സിന് കിട്ടുന്ന മറ്റൊരു ആനുകൂല്യം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ കൊണ്ടുവരുന്ന ന്യൂസ് അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന ഫൂട്ടേജ് എന്താണെങ്കിലും അത് നമ്മൾ സ്ട്രിങ്ങേഴ്സായിട്ട് നിൽക്കുന്ന മാധ്യമം പബ്ലിഷ് ചെയ്യാൻ തയ്യാറാവും. പബ്ലിഷ് ചെയ്യാൻ തയ്യാറാവുമ്പോൾ ഒരു കൺവിൻസിങ്ങിൻ്റെ ആവശ്യമില്ല. പബ്ലിഷ് ചെയ്താൽ
അതിന് നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റും കിട്ടും. പക്ഷേ ഒരു റെഗുലർ സ്റ്റാഫിന് കിട്ടുന്ന ബോണസ്, ഗ്രാറ്റുവിറ്റി, പെൻഷൻ, ലൈഫ് ഇൻഷുറൻസ് ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള കവറേജും സ്ട്രിങ്ങേഴ്സിന് കിട്ടില്ല. ഫ്രീലാൻസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒന്നോ അതിലധികമോ മീഡിയകളുടെ റെഗുലർ ബേസിസിലല്ലാത്ത സ്റ്റാഫാണ്. അവർക്ക് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും വർക്ക് ചെയ്യാം. പൂർണ്ണമായിട്ടുള്ള വർക്കിംഗ് ഫ്രീഡം ലഭിക്കുന്ന വ്യക്തികളാണ് ഫ്രീലാൻസ് ജേർണലിസ്റ്റുകൾ. പക്ഷെ അവർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇക്കണോമിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കില്ല. അവർ ചെയ്യുന്ന വാർത്തകൾക്ക് മാത്രമേ അവർക്ക് ഫണ്ട് അനുവദിച്ച് കിട്ടുള്ളൂ. അതുപോലെ തന്നെ അവർ സെലക്ട് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ള ടോപ്പിക് എടുക്കാം, പക്ഷെ അത് കൺവിൻസ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരും. ആ മാധ്യമത്തെ അത് പറഞ്ഞ് വിശ്വസിപ്പിക്കുക എന്നുള്ള ഭാരിച്ച ഉത്തരവാദിത്തം ഈ പറയുന്ന റിപ്പോർട്ടറുടെ, ഈ ഫ്രീലാൻസറുടെ തലയിൽ വന്നു വീഴും. അപ്പോൾ അത് ഒഴിവാക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഫൈറ്റ് ചെയ്ത് നിന്ന് നമ്മളത് കൺവിൻസ് ചെയ്ത് ആ വാർത്ത വരുത്താനായിട്ട് ഫ്രീലാൻസർക്ക് പറ്റണം. മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന ഒരു എക്സ്ക്ലൂസീവ് വാർത്ത ചിലപ്പോൾ നമുക്കതിൻ്റെ ബൈലൈൻ കിട്ടില്ല, നമ്മുടെ പേരിൽ അത് അറിയപ്പെടില്ല. ചിലപ്പോൾ ആ മാധ്യമത്തിൻ്റെ ഏതെങ്കിലും ഒരു റിയൽ സ്റ്റാഫിൻ്റെ പേരിൽ അല്ലെങ്കിൽ പെർമനൻറ്റ് സ്റ്റാഫിൻ്റെ പേരിലായിരിക്കും അത് ആ വാർത്ത പുറത്തു വരിക. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ഒരു അപ്രിസിയേഷൻ, നമുക്ക് കിട്ടേണ്ട ഒരു അംഗീകാരം കിട്ടാതെ പോകാനുള്ള സാധ്യതകളും ഫ്രീലാൻസിങ്ങിൽ വളരെ കൂടുതലാണ്. എന്നാൽ ഓൺലൈനിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഫ്രീലാൻസേഴ്സിൻ്റെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഫ്രീലാൻസേഴ്സിനെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് റിയൽ സ്റ്റാഫിനെ വെക്കുന്നതിനേക്കാൾ പലർക്കും ഇക്കണോമിക്കലി ലാഭം എന്നുള്ളതുകൊണ്ട് പലരും ആ മേഖലയിലേക്കും ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം സ്റ്റാഫിൻ്റെ എണ്ണം ഒരുപാടായി കഴിഞ്ഞാൽ അവർക്കൊക്കെ റെഗുലർ ബേസിസിൽ പേയ്മെൻറ്റ് കൊടുക്കണ്ടേ. അതിനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കി സ്ട്രിങ്ങേഴ്സിനെ കൂടുതലാക്കാനും ഫ്രീലാൻസേഴ്സിനെ കൂടുതൽ ആശ്രയിക്കാനും ഒക്കെ പത്രങ്ങളും മാധ്യമങ്ങളൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഓൺലൈനിനെ സംബന്ധിച്ചിടത്തോളം ഫ്രീലാൻസേഴ്സിനെ കൂടുതൽ ആശ്രയിക്കാൻ പറ്റും. കാരണം അവർക്ക് റെഗുലറായിട്ട് വന്നോളണം എന്ന് നിർബന്ധമില്ല. പക്ഷെ പത്രത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു TV ചാനലിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടും വരണം. അവർക്ക് നാളെ രാവിലെ പത്രം ഇറങ്ങേണ്ട സമയത്ത് പത്രം ഇറങ്ങിയിരിക്കണം. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കണക്കാക്കിയിട്ട് അവരെന്തായാലും കുറച്ച് സ്റ്റാഫിനെങ്കിലും നിലനിർത്തും, പിന്നെ കുറേ സ്ട്രിങ്ങേഴ്സിന് ഉപയോഗിക്കും. ഫ്രീലാൻസേഴ്സ് എന്നും വരണമെന്ന് നിർബന്ധമില്ലല്ലോ. അതുകൊണ്ടാണ് അവർ ഫ്രീലാൻസേഴ്സിനെ കൂടുതൽ ആശ്രയിക്കാതെ ഓൺലൈനിൽ കൂടുതൽ ഫ്രീലാൻസേഴ്സിനെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. താങ്ക് യു.